ഹായ് ഫ്രണ്ട്സ്, KF മീഡിയയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. മക്കൾ ഉപേക്ഷിക്കപ്പെടുന്ന മാതാപിതാക്കളുടെ എണ്ണം സമൂഹത്തിൽ ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ പുതിയ സർക്കാർ ഇതിനെക്കുറിച്ചിട്ട് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു വകുപ്പ് തന്നെ ഇറക്കിയിട്ടുണ്ട്. പലപ്പോഴും ഇത്തരം മക്കളെ നമ്മുടെ നിയമം മാതൃകപരമായിട്ട് ശിക്ഷിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. മുമ്പൊക്കെ പാശ്ചാത്യ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ വൃദ്ധസദനങ്ങളും അതുപോലെ തന്നെ ഈ പുറന്തള്ളുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നത്. പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങൾ പ്രവർത്തിക്കുന്ന സംസ്ഥാനം നമ്മുടെ ഈ കൊച്ചു കേരളമാണ്. മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വിദ്യാഭ്യാസപരമായിട്ടും സാംസ്കാരികപരമായിട്ടും മറ്റുള്ള എന്ത് മേഖലയായിട്ടുമായാലും നമ്മളാണ് ഏറ്റവും മികച്ചു നിൽക്കുന്നത് എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ തന്നെ ഈ കാര്യത്തിൽ നമ്മൾ തന്നെയാണ് മികച്ചു നിൽക്കുന്നത്. അതായത് ജന്മം കൊടുത്ത് വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ വീട്ടിലെ മാലിന്യങ്ങൾ ഉപേക്ഷിക്കുന്ന ലാഘവത്തോടു കൂടി ഉപേക്ഷിക്കുന്ന ഒരു രീതി സാമൂഹിക നീതി വകുപ്പിന്റെ കണക്കിൽ തന്നെ പറയുന്നത് ഇന്ന് വൃദ്ധസദനത്തിൽ കഴിയുന്ന അന്തേവാസികളിൽ 46% മാതാപിതാക്കൾക്കും നല്ല രീതിയിൽ ജീവിക്കുന്ന മക്കളും ഉണ്ട് എന്നാണ്. ഒരുപക്ഷെ ഈ മക്കളൊക്കെ വിദേശങ്ങളിൽ ജീവിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ ജീവിക്കുന്നവരായിരിക്കാം. പക്ഷെ ഇവരൊക്കെ ഇത്ര സൗകര്യങ്ങളും ഇത്ര പ്രഭാവങ്ങളൊക്കെ ഉള്ള മക്കളുണ്ടായിട്ടും എന്തുകൊണ്ട് ഇത്തരം മാതാപിതാക്കൾ ഇതുപോലെയുള്ള സ്ഥലങ്ങൾ മറ്റുള്ളവരുടെ ഔദാര്യത്തിൽ കഴിയുന്നു എന്നെ കുറിച്ചിട്ട് പഠനങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട്. ഇവിടെ പ്രധാനമായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സംഭവത്തെ ഒരു ലഘൂകരിക്കുന്ന രീതിയിലേക്കാണ് പോകുന്നത്. അതായത് ഇത്തരം മക്കളെ ശിക്ഷിക്കുവാൻ നമ്മുടെ ഇവിടെ നിയമങ്ങളും വകുപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ തീർത്തും നോക്കുകുത്തികളാവുന്ന രീതിയിലേക്കാണ് പോകുന്നത്. ഈ ഉപേക്ഷിക്കപ്പെടുന്ന മാതാപിതാക്കളുടെ ഒരു നീതിക്ക് വേണ്ടി വർഷങ്ങളായി ഒരു നിയമ പോരാട്ടം നടത്തുന്ന ഒരു എളിയ പ്രവർത്തകരാണ് ഞാൻ. അതിനെ കുറിച്ചിട്ട് എല്ലാ മാധ്യമങ്ങളിലും വാർത്തയായിട്ട് വന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ചിട്ട് ഒരു പോരാട്ടം എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത്തരം സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ക്രമാതീതമായി വർദ്ധിക്കാനുള്ള പ്രധാന കാരണം നമ്മുടെ അധികാരികൾ ഇക്കാര്യത്തിൽ നിസ്സംഗത പാലിക്കുന്നത് കൊണ്ട് എന്നാണ്. നിസ്സംഗത എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ വെളിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വൃദ്ധസദനത്തിലോ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചോ ഉപേക്ഷിക്കപ്പെടുന്ന മാതാപിതാക്കളുടെ മക്കളെ നിയമപരമായിട്ട് ശിക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു നിസ്സംഗതയായിട്ട് ഞാൻ കാണുന്നത്. ഇപ്പൊ പുതിയ സർക്കാർ, അതായത് ബഹുമാനപ്പെട്ട VD സതീശൻ സാറുടെ ഇതിനെ കുറിച്ചിട്ട് പുതിയൊരു വകുപ്പ് തന്നെ ഇറക്കിയിട്ടുണ്ട്. ഇത്തരം മാതാപിതാക്കൾ ഉപേക്ഷിക്കപ്പെടുന്നവർക്കൊക്കെ നീതി ലഭ്യമാകുന്ന, അതായത് വയോജനങ്ങൾക്ക് പൂർണ്ണമായും നീതി ലഭ്യമാകുന്ന രീതിയിലുള്ള ഒരു വകുപ്പാണ്. ആ വകുപ്പ് എത്രത്തോളം പ്രായോഗികമായിട്ട് നടപ്പിലാകും എന്നത് നമുക്ക് കണ്ടറിയാം. തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ തന്നെ ഇത്തരം വയോജനങ്ങൾക്ക് നീതി ലഭ്യമാകുന്ന രീതിയിൽ തന്നെ ആ വകുപ്പ് മുന്നോട്ട് പോകട്ടെ എന്നാണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്.